ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, അങ്ങയെ സ്തുതിക്കുന്നു. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന മാറ്റമില്ലാത്ത, ഞങ്ങളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കുന്ന, അങ്ങയോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്ന തിരുവെഴുത്തുകൾ ഞങ്ങൾക്ക് പ്രകാശിപ്പിച്ചു തരേണ്ടതിന് ഞങ്ങൾ തിരുകൃപയിൽ ശരണപ്പെടുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിനും പ്രകാശനത്തിനുമായി ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുകയും ചെയ്യുന്നു. തിരുനാമം ഞങ്ങളിൽ ഉയർത്തണം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ തുടർന്നുള്ള ചിന്തയ്ക്ക് ആധാരമായിട്ട് കൊരിന്ത്യരുടെ 2-ാമത്തെ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യവും 7-ാം അധ്യായം 1-ാം വാക്യവും വായിപ്പാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. ആ 2 വാക്യങ്ങൾ ദയവായി വായിക്കാം. കൊരിന്ത്യരുടെ 2-ാം ലേഖനം 6-ന്റെ 1-ഉം 7-ന്റെ 1-ഉം 2 വാക്യങ്ങൾ ദയവായി വായിക്കാം. മതിയാവും. ഈ വേദഭാഗം 2 വാക്യങ്ങളും വാസ്തവത്തിൽ ഒന്നിച്ച് പറഞ്ഞു വരുന്ന വിഷയങ്ങളുടെ തുടർച്ചയായതുകൊണ്ടാണ് ആ 2 വാക്യങ്ങൾ ഞാൻ വായിച്ചത്. ആ വേദഭാഗം മുഴുവൻ വായിച്ചാൽ അതിൻ്റെ വ്യക്തമാകുന്ന ചിത്രം നമുക്ക് ലഭിക്കും. എന്നാൽ അതിന് നമുക്ക് സമയമില്ലല്ലോ. അതുകൊണ്ട് ആ 2 വാക്യങ്ങൾ മാത്രം വായിച്ചുകൊണ്ട് നമുക്ക് തുടർന്ന് ചിന്തിക്കാം. ഇവിടെ നമ്മൾ വായിച്ചതാകുന്ന തിരുവചന ഭാഗം, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. കൃപയാലാകുന്നു നമ്മൾ രക്ഷിക്കപ്പെട്ടത്. ദൈവത്തിൻ്റെ കൃപയാലാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ നമുക്ക് കഴിയുന്നത്. ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമേ ക്രിസ്തീയ ജീവിതം പൂർത്തീകരിപ്പാനും നമുക്ക് കഴിയത്തുള്ളൂ. മറ്റു വാക്കിൽ പറഞ്ഞാൽ, ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ കൃപയിൽ ആരംഭിച്ച് കൃപയിൽ തുടർന്ന് കൃപയിൽ പൂർത്തീകരിക്കപ്പെടുന്നതാണ് ക്രിസ്തീയ ജീവിതം. കൊരിന്തിലുള്ളതാകുന്ന വിശുദ്ധന്മാരെ പൗലോസ് ഈ കാര്യമാണ് പ്രബോധിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് താൻ പറയുമ്പോൾ നിശ്ചയമായിട്ടും മുകളിൽ പറഞ്ഞ കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ കൃപ എന്നതിനാൽ താൻ അർത്ഥമാക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു. 5:14 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. അത് നമ്മൾ ചിന്തിച്ച വിഷയങ്ങളാണ്. അവസാനത്തെ അതിൻ്റെ 21-ാമത്തെ വാക്യം, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവിടുന്ന് നമുക്ക് വേണ്ടി പാപമാക്കി. അപ്പോൾ ഈ കൃപയെക്കുറിച്ചാണ് പൗലോസ് നിശ്ചയമായിട്ടും 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ താൻ പറയുന്നത്. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഒറിജിനൽ വേദപുസ്തകത്തിൽ, അതായത് ആദ്യത്തെ ഈ ലേഖനത്തിലോ അല്ലെങ്കിൽ ഈ പുസ്തകത്തിലോ ഒന്നും അധ്യായങ്ങളും വാക്യങ്ങളും ഇല്ലായിരുന്നു. എഴുതി വന്ന വിഷയങ്ങൾ തുടർച്ചയായിട്ട് എഴുതി വരിക. അപ്പോൾ ഈ അധ്യായങ്ങളും വാക്യങ്ങളുമൊക്കെ പിന്നീട് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. പക്ഷേ അതുകൊണ്ട് ഒത്തിരി ദോഷങ്ങൾ നമുക്കുണ്ട്. അതിൽ ഒരു ദോഷം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ വാക്യങ്ങൾ അതിൻ്റെ ആ പശ്ചാത്തലത്തിൽ നിന്ന് അടർത്തിയെടുത്ത് നമുക്ക് തോന്നിയതുപോലെ വ്യാഖ്യാനിപ്പാനുള്ളതാകുന്ന ഒരു പ്രവണത നമ്മുടെ ഇടയിലുണ്ട്. അതാണ് ഒരു ദോഷം. എങ്കിലും വാക്യങ്ങളും അധ്യായങ്ങളും ഉള്ളതുകൊണ്ട് കുറഞ്ഞ പക്ഷം ഇതൊന്ന് എടുക്കാൻ നമുക്ക് കഴിയുമല്ലോ. കാരണം വാക്യങ്ങളും അധ്യായങ്ങളും പറഞ്ഞാൽ തന്നെ ചിലർ ഇൻഡെക്സ് നോക്കുന്നതൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, വാക്യങ്ങളും അധ്യായങ്ങളും ഇല്ലായിരുന്നെങ്കിലുള്ള കുഴപ്പം എന്തായിരുന്നേനെ. അതുകൊണ്ട് വാക്യങ്ങൾ അധ്യായങ്ങൾ ഉള്ളതും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് തുടരാം. അപ്പോൾ നിശ്ചയമായിട്ടും മുകളിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളാണ് ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് പൗലോസ് പറയുന്നത്. ആ കൃപയെക്കുറിച്ച് കൊരിന്തിലുള്ള വിശുദ്ധന്മാർക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. കൃപയാലാണ് അവർ രക്ഷിക്കപ്പെട്ടത്, സംശയമൊന്നുമില്ല. എന്നാൽ തുടർന്ന് പറയുന്നത്, ആ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ വ്യർത്ഥമായി തീരരുത്. കൃപയെന്നുള്ളത് ദൈവത്തിൻ്റെ ആ പാപികളോടുള്ള അർഹമല്ലാത്ത ഒരു ദൈവത്തിൻ്റെ ദാനമാണ്. പാപികൾ
അർഹിക്കാത്ത ദൈവത്തിൻ്റെ ദാനമാണ് ദൈവത്തിൻ്റെ കൃപ. അത് നമുക്ക് നന്നായിട്ടറിയാം. ആ കൃപ നമുക്ക് ലഭിച്ചതുകൊണ്ടാണ് നമ്മൾ ദൈവമക്കളായി തീർന്നത്. അതിന് യാതൊരു സംശയവുമില്ല. ഈ കൃപയാലാണ് നമ്മൾ നിത്യതയിലേക്ക് പ്രവേശിക്കാനും പോകുന്നത്. അതിനും സംശയമില്ല. അങ്ങനെയെങ്കിൽ കൊരിന്തിലുള്ള വിശുദ്ധന്മാരോട് നിങ്ങൾക്ക് ലഭിച്ച കൃപ വ്യർത്ഥമായി തീരരുത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥമെന്താ? ഈ കാര്യമാണ് നമ്മൾ അല്പമായി ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ നമുക്ക് തന്നതിൻ്റെ ഉദ്ദേശമെന്ത്? ഈ കൃപ ഒന്നുകിൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും, അല്ലെങ്കിൽ ഒരുവൻ്റെ ജീവിതത്തിൽ ഇത് വ്യർത്ഥമായി തീരാൻ കഴിയും. ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഒന്നുകിൽ ദൈവകൃപയാൽ അത് വളരെ പ്രയോജനപ്പെടുത്തുന്ന, ദൈവകൃപയാൽ ദൈവത്തിൻ്റെ കൃപയുടെ പ്രദർശനശാലകളായി, ദൈവനാമ മഹത്വത്തിനായി, ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട്, ദൈവത്തെ അനുസരിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ ദൈവമഹത്വത്തിന് വേണ്ടി ജീവിക്കാൻ നമുക്ക് കഴിയും. അല്ലെങ്കിൽ ഇതൊന്നുമല്ലാതെ ജീവിക്കാം. പിന്നെ മനഃപൂർവമായി തള്ളിക്കളഞ്ഞ് നഷ്ടപ്പെട്ടില്ലേ, ചിലപ്പം അങ്ങ് ചെല്ലാമായിരിക്കും എന്നൊന്നും ഉറപ്പില്ല കേട്ടോ. ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ലൈസൻസായിട്ട് എടുക്കുകയൊന്നും വേണ്ട. ഇത് ഞാനൊരു കൺസെഷനായിട്ട് അങ്ങ് പറയുക. എന്നാൽ ദൈവത്തിൻ്റെ കൃപ എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് തന്നേക്കുന്നത്? ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെയൊക്കെ മിനിമം പരിപാടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ ആ മിനിമം പരിപാടിയൊക്കെ ചെയ്ത് എങ്ങനെയൊക്കെ അങ്ങ് ചെന്നെത്തണം. മിനിമം റിക്വയർമെൻ്റ് എന്താ? ഞാനിത് പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. മിനിമം എന്നോ ചെയ്താൽ അങ്ങ് എന്നെത്താൻ കഴിയും. അതൊക്കെ ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. കാരണം എങ്ങനെയൊക്കെ നിത്യതയിൽ ചെന്നെത്തണം. കാരണം പൗലോസ് പോലും പറഞ്ഞേക്കുന്നതല്ലേ, അങ്ങനെയൊക്കെയാണ് ചിലർ പറയുന്നത്. പൗലോസ് പോലും പറഞ്ഞേക്കുന്നത് അങ്ങനെയാണ്, വല്ലവിധേനെ മരിച്ചവരുടെ ഇടയിൽ നിന്നൊക്കെ ഒരു പുനരുത്ഥാനം. ആ പൗലോസ് അങ്ങനെ പറയാന്ന് പിന്നെ നമ്മുടെ കാര്യം പറയാനുണ്ടോ എന്നൊക്കെയാണ് ചിലരുടെ ചിന്ത. തെറ്റി. നമ്മുടെ അടിസ്ഥാനമേ തെറ്റി. നമ്മളെ എന്തിനാ കർത്താവ് തിരഞ്ഞെടുത്തത്? ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ തിരഞ്ഞെടുത്തതിന് ആത്യന്തികമായി നിത്യതയാണെന്നുള്ളതിന് തർക്കമില്ല. അതിന് യാതൊരു തർക്കമില്ല. എന്നാൽ നിത്യതയ്ക്ക് മുൻപേ ഒരു ജീവിതം ഇവിടെ ജീവിച്ചു തീർക്കേണ്ടതായിട്ടുണ്ട്. ഈ ജീവിതത്തിൽ ദൈവത്തിന് ഒത്തിരി കാര്യം നമ്മിൽ ചെയ്യാനുണ്ട്. അത് ചെയ്യാനായി ദൈവകൃപ നമ്മൾ അനുഭവിക്കുകയും അതിനായി നമ്മൾ അനുവദിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ കൃപ വ്യർത്ഥമാക്കുന്നവരാകും. നിത്യതയിൽ നമ്മൾ അതിന് കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. നിത്യതയിൽ എങ്ങനെയും അങ്ങ് ചെന്ന് ചേരാൻ വേണ്ടി ആരും പ്രതീക്ഷിക്കരുത്. അതല്ല, അതിനേക്കാളും വലുത്. അതൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ അത് ദൈവം ചെയ്യുന്ന കാര്യമല്ലേ. എന്നാൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത്. അതുകൊണ്ടല്ലേ ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയാറുള്ള ഒരു വേദഭാഗമാണ് എഫേസ്യ ലേഖനം 1:4. ആ വേദഭാഗം ഇങ്ങനെയാണ്. നമ്മളെ ക്രിസ്തുവിൽ, ഞാൻ ആ വേദഭാഗം പ്രസംഗിക്കാനല്ല പോകുന്നത്, എന്നാൽ ചില കാര്യങ്ങൾ റെഫർ ചെയ്യും. നമ്മളെ ഉലക സ്ഥാപനത്തിന് മുൻപേ തെരഞ്ഞെടുത്തു, മുൻനിർണയിച്ചു. എന്നിട്ട് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് മുൻനിർണയിച്ചതെന്നാണോ ആ വാക്യം? ഞാൻ സ്വർഗത്തിൽ പോവുകയല്ലെന്ന് പറഞ്ഞെന്ന് നിങ്ങൾ ആരും ചിന്തിക്കരുത്. അതല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താ ആ വാക്യം? ഒന്നെടുത്ത് വായിച്ചേ.
എന്തിന് നോക്കുക. അപ്പോൾ വായിച്ചോ 4-ാം വാക്യം. സന്നിധിയിൽ നോക്കുക, അവിടുത്തെ സന്നിധിയിൽ ആരാകേണ്ടതിന്. ഒന്ന് വായിച്ചോണേ, വേദപുസ്തകത്തിലുള്ള വാക്യങ്ങളായതൊക്കെ. കർത്താവ് എന്തിനാ തിരഞ്ഞെടുത്തത്? എന്തിനാ കൃപ തന്നത്? നാം വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് എന്ത് ചെയ്തു? അപ്പൊ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനെ തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി? നോക്കുക, അപ്പൊ നമ്മെ അവനെ തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശമെന്നുള്ളത് നമ്മളെ കേവലം സ്വർഗത്തിൽ കൊണ്ടുപോകാനല്ല, പിന്നെയോ നമ്മൾ എന്തിനു വേണ്ടി നമ്മൾ എന്തായി തീരണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ദൈവം തിരഞ്ഞെടുത്തത്. നിങ്ങൾ പറയുന്നത് വേദപുസ്തകത്തിൽ ഉള്ളതല്ലെങ്കിൽ പറയണ്ട, ഉള്ളതാണ് ധൈര്യമായിട്ട് പറ. നാം വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. ഇത് നിത്യതയിലെ കാര്യമല്ല. കാരണം നിത്യതയിൽ ഒരശുദ്ധനും അറപ്പുള്ളവനും അങ്ങോട്ട് എന്ത് ചെയ്യില്ല, കടക്കുകയില്ല. മനസ്സിലാക്കണേ, സ്വർഗത്തിൽ ആരും അങ്ങനെയുള്ളവൻ അങ്ങോട്ട് കയറുകയില്ല. അപ്പോൾ പിന്നെ അവിടുത്തെ കാര്യം അല്ല പറയുന്നത്, പിന്നെ എവിടുത്തെ കാര്യമാണ്? ഈ ഭൂമിയിലെ കാര്യമാണ്. മനസ്സിലാക്കണേ, ഈ ഭൂമിയിലെ കാര്യമാണ് പറയുന്നത്. ഈ ഭൂമിയിൽ എന്നെ തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി? ഞാൻ വിശുദ്ധനും നിഷ്കളങ്കനും ആകേണ്ടതിന്. അപ്പം ഈ ഒരു ലക്ഷ്യത്തോടെയാണ് കർത്താവിനെ തിരഞ്ഞെടുത്തത്. ഈ ലക്ഷ്യം എൻ്റെ ജീവിതത്തിൽ നടക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം എനിക്ക് തന്ന കൃപയെ ഞാൻ ദുർവിനിയോഗം ചെയ്തു, ആ കൃപ വ്യർത്ഥമായി തീർന്നെന്നാണ് അർത്ഥം. ഞാനത് വിശദീകരിക്കാം. ആ കാര്യം വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യം വളരെ വ്യക്തതയോടെ നമുക്ക് മനസ്സിലാക്കാം. പൗലോസ് ദൈവകൃപയെക്കുറിച്ച് ഈ ലേഖനത്തിൽ തന്നെ അനേക പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. 1-2, 11, 12 വാക്യത്തിലും 8-ാം അധ്യായം 1 മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപയെക്കുറിച്ചും 8-9 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നാം സമ്പന്നരാകേണ്ടതിന് നമ്മൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. എബ്രായർ 2:9 എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൈവകൃപയാൽ അവിടുത്തേക്ക് നമ്മോട് കരുണ തോന്നി. എബ്രായർ 2:9 ആകട്ടെ. ഈ വാക്യങ്ങളൊക്കെ നമുക്കെടുത്ത് ചിന്തിക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഞാൻ ആ കാര്യം ഒന്നും പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ഇവിടെ ഒരു സാധ്യത നമ്മൾ കാണുകയാണ്. 2 സാധ്യതകളാണ് ക്രിസ്തീയ ജീവിതത്തിനുള്ളത് ഈ ഭൂമിയിൽ. ഒന്നുകിൽ ദൈവകൃപയാൽ നാം കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെ വിശുദ്ധരും നിഷ്കളങ്കരും കർത്താവിനോട് അനുരൂപപ്പെടുന്നവരുമായി തീരും. അല്ലെങ്കിൽ നമ്മൾ ഈ കൃപയെ വ്യർത്ഥമാക്കും. ഈ 2 സാധ്യതകളേ ഉള്ളൂ. ഇതിനിടയിൽ ഒരു സാധ്യതയില്ല. അതാണ് ഏതൊരു ദൈവപൈതലിൻ്റെ ജീവിതത്തിലും അവനെ ഫേസ് ചെയ്യുന്ന 2 സാധ്യതകൾ. ഒന്നുകിൽ എനിക്ക് ദൈവകൃപ ലഭിച്ചതനുസരിച്ച് ആ കൃപയാൽ തന്നെ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നിലയിൽ എൻ്റെ ജീവിതത്തിന് വ്യത്യാസം വരുത്താനായി ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് കഴിയും. അല്ലെങ്കിൽ എനിക്ക് ആ കൃപയെ തിരസ്കരിക്കാം. ഈ 2 സാധ്യതകളേ ഉള്ളൂ. പൗലോസ് ഈ സാധ്യതയെ വളരെ ഗൗരവമായി കണ്ട ഒരു വിശുദ്ധനാണ്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ തനിങ്ങനെ പറയുന്നുണ്ട്, എന്നോടുള്ള അവിടുത്തെ കൃപ വ്യർത്ഥമായില്ല. നോക്കുക, എന്നോടുള്ള അവിടുത്തെ കൃപ വ്യർത്ഥമായില്ല. പൗലോസ് പറയുകയാണ്, തൻ്റെ ജീവിതത്തിലും വേണമെങ്കിൽ ഈ ദൈവകൃപയെ എന്താക്കുവാൻ കഴിയും? വ്യർത്ഥമാക്കാൻ കഴിയും. പക്ഷെങ്കിൽ എന്നോടുള്ള ദൈവകൃപ വ്യർത്ഥമായില്ല.
ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് 7:1 വരാനായിട്ട് ആഗ്രഹിക്കുക. അതാണ് പ്രധാനപ്പെട്ട ചിന്ത. അപ്പോസ്തല പ്രവൃത്തി 11:23 അടിസ്ഥാനത്തിൽ ഈ ദൈവകൃപ ഉള്ള ആളെ തിരിച്ചറിയാൻ കഴിയുമെന്ന് ആ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. അത് നമ്മൾ സാധാരണ ഇടയിൽ ഉപയോഗിക്കുന്ന പദമല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ പെന്തക്കോസ്തുകാർ പറയുന്നത് എന്നറിയോ, അയാളൊരു ഭയങ്കര കൃപയുള്ള ആളാന്ന് പറയും. ഉദ്ദേശിക്കുന്നത് എന്നറിയാമോ, കണ്ണടച്ച് എന്തേലുമൊക്കെ വിളിച്ച് പറയുന്ന ആളാണെങ്കിൽ പറയും കൃപയുള്ള. അല്ല, കണ്ണു തുറന്ന് തല ഉയർത്തി വേർപാടോടെ വിശുദ്ധിയോടെ ജീവിക്കുന്നവൻ ആ കൃപയുള്ളവൻ. അല്ലാതെ കൂട്ടായ്മ വരുമ്പം കണ്ണടച്ച് ജഡത്തിൽ തോന്നിയത് വിളിച്ചു പറയുന്നതല്ല കൃപ. എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കണം, അതല്ല കൃപ. കണ്ണു തുറന്ന് തല ഉയർത്തി വേർപാടോടെ വിശുദ്ധിയോടെ ഞാൻ ദൈവത്തിൻ്റെ പൈതലാണെന്നുള്ള തിരിച്ചറിവോടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ജീവിക്കുന്ന വ്യക്തിക്കാണ് കൃപയുള്ളത്. മറ്റേതൊന്നും കൃപയൊന്നുമല്ല. കൃപ വരമാണമെങ്കിൽ അത് ശരിയായിട്ടുള്ളത്, ചുമ്മാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്ന ഒന്നും കൃപാദാനമൊന്നുമല്ല. അതുകൊണ്ടാണ് സിറിയ ദേശത്തുള്ള അന്ത്യോക്യയിൽ സ്തേഫാനോസിൻ്റെ ഉപദ്രവം നിമിത്തം ചിതറിപ്പോയവർ അവരൊരു പുതിയ എക്സ്പെരിമെൻറ്റിൽ ഏർപ്പെട്ടു. അതുവരെ യഹൂദന്മാരോട് മാത്രം സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നവർ ഒരു പുതിയ പരീക്ഷണത്തിൽ ഏർപ്പെട്ടു. അവർ യവനന്മാരോടും സുവിശേഷം പറഞ്ഞു. ഒത്തിരി പേര് കർത്താവിനെ അറിഞ്ഞു. ഈ വാർത്ത യെരുശലേമിലുള്ള അപ്പോസ്തലന്മാരുടെ ചെവിയിലെത്തിയപ്പോൾ അവർ ഒരു നല്ല മനുഷ്യനെ അവരുടെ അടുത്തേക്ക് അയച്ചു. അദ്ദേഹത്തിൻ്റെ പേര് ബർന്നബാസ്. ഈ ബർന്നബാസ് എന്ന മനുഷ്യൻ അന്ത്യോക്യയിൽ, സിറിയ ദേശത്ത് ഉള്ള അന്ത്യോക്യയിൽ ചെന്നപ്പോൾ താൻ ആദ്യം കണ്ട ഒരു കാര്യം NIV ഇങ്ങനെയാണ് പറയുന്നത്. When he arrived, he saw the evidence of the grace of God. അവൻ അവിടെ ചെന്നാറെ ദൈവകൃപയുടെ തെളിവുകൾ കണ്ട് സന്തോഷിച്ചു. മലയാളം വേദോത്സവത്തിൽ ദൈവകൃപ കണ്ട് സന്തോഷിച്ചെന്ന് എഴുതിയിരിക്കുന്നെങ്കിലും ന്യൂ ഇൻ്റർനാഷണൽ വെർഷനിൽ കുറച്ചുകൂടെ വ്യക്തമാണ്. ബർന്നബാസ് അന്ത്യോക്യയിൽ ചെന്നപ്പോൾ ദൈവകൃപയുടെ തെളിവ് കണ്ട് അവൻ സന്തോഷിച്ചു. ഒരു നിമിഷം എൻ്റെ ഒപ്പം അവിടേക്കൊന്ന് വരണേ. ആദ്യം ക്രിസ്ത്യാനികളെന്ന് പേര് കിട്ടിയത് എവിടെ വെച്ചാണെന്നറിയാമോ? ഇപ്പം മനസ്സിലായോ അതിൻ്റെ രഹസ്യം എന്താന്ന്? മനസ്സിലാവുന്നുണ്ടോ? യെരുശലേമിലല്ല. യെരുശലേമിൽ ഒത്തിരി കുഴപ്പമുണ്ടായിരുന്നെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ അതിനേക്കാളും ക്രിസ്ത്യാനികളെന്ന് പേര് വിളിച്ചത് എവിടെ വെച്ചാണെന്നറിയാമോ? അന്ത്യോക്യ. എവിടാന്നറിയാമോ? ദൈവകൃപയുടെ തെളിവ് അകത്തുള്ളവൻ കണ്ടു ബർന്നബാസ്, പുറത്തുള്ളവരും എന്ത് ചെയ്തു? ഈ കൃപയുടെ തെളിവ് കണ്ടു. പ്രിയരെ, പുറത്തുള്ളവരും കൃപയുടെ തെളിവ് കാണണം. ഒരിക്കൽ ഒരു ഷിപ്പ് ബിൽഡ് ചെയ്യുന്ന ഒരു ഷിപ്പ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ വലിയ ഷിപ്പല്ല, ചെറിയ ബോട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന ഒരു പ്രിയപ്പെട്ടവൻ. അദ്ദേഹം എല്ലാ ദിവസവും പോരുമ്പം ബാഗിൽ ഓരോ ആണി എടുത്തുകൊണ്ട് പോരും. ഓരോ ദിവസവും ഒരാണി. കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഒരു നല്ല എമൗണ്ടായി അത്. അങ്ങനെ ഇരിക്കുകയാണ് അയാൾ മാനസാന്തരപ്പെട്ടു.
മാനസാന്തരപ്പെട്ടപ്പോൾ ഭയങ്കര കുറ്റബോധം ഉണ്ടായി. തൻ്റെ യജമാനോട് അല്ലെങ്കിൽ എംപ്ലോയറിനോട് ഇത് പറയണോ പറയാതിരിക്കണോ? പറഞ്ഞ അയാൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. ആകെപ്പാടെ ഈ പണിയെ അറിയത്തുള്ളൂ, വേറെ ഒരു പണി അറിയത്തില്ല. എന്താ ചെയ്യേണ്ടത്? ഒടുവിൽ മനസാക്ഷിയുടെ ശബ്ദത്തിന് വഴങ്ങി അയാളോട് ചെന്ന് പറഞ്ഞു, സാറേ, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഓരോ ആണി വീതം എല്ലാ ദിവസവും മോഷ്ടിച്ചുകൊണ്ട് വരുമായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സുവിശേഷം കേട്ടു, മാനസാന്തരപ്പെട്ടു. ഞാനിത് കുറേശ്ശെയായി തന്ന് വീട്ടിൽ കൊള്ളാം, എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടരുത്. ഈ ഷിപ്പ് ഓണർ പറഞ്ഞു, ഈ ഇൻഡസ്ട്രി നടത്തുന്നയാൾ പറഞ്ഞു, ഞാനും നിൻ്റെ കൂടെ വരികയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയെ ഇന്നാണ് ഞാൻ കണ്ടത്. എനിക്കും ഈ അനുഭവത്തിലേക്ക് വരണം. ഇതൊരു സ്റ്റോറിയാണെങ്കിലും ഇതിനകത്ത് വളരെ അടിസ്ഥാനപരമാകുന്ന ഒരു സന്ദേശമുണ്ട്. അതായത് ദൈവകൃപ അകത്ത് മാത്രമല്ല കാണാൻ കഴിയുന്നത്, പുറത്ത് കാണാൻ കഴിയണം. അതുകൊണ്ടാണ് ബർന്നബാസിന് താൻ അന്ത്യോക്യയിൽ ചെന്നപ്പോൾ he saw the evidence of the grace of God. ആ അന്ത്യോക്യയിലെ വിശുദ്ധന്മാരെയാ ക്രിസ്ത്യാനികളെന്ന് നാട്ടുകാർ വിളിച്ചത്. നോ വണ്ടർ ദൈവകൃപ തിരിച്ചറിയാനായി കഴിയും. അപ്പോൾ ദൈവകൃപ വ്യർത്ഥമാകാതിരിക്കുവാൻ പ്രധാനപ്പെട്ട 2 തലങ്ങളാണ് പൗലോസ് തുടർന്ന് വിശദീകരിക്കുന്നത്. അതിലൊന്ന് 6-ാമത്തെ അധ്യായം, അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങൾ തന്നെയാണ്. അതിനകത്ത് താൻ പറയുന്നുണ്ട്, വിശേഷിച്ച മുകളിലുള്ള വാക്യങ്ങളെല്ലാം വിശദീകരിക്കാൻ എനിക്ക് നേരമില്ല. 2 കാര്യങ്ങളിൽ കൂടെയാണ്. ഒന്ന്, the way in which we react to various circumstances in life. നമ്മൾ ജീവിതത്തിലെ പല സാഹചര്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ വ്യർത്ഥമാകുന്നോ ഇല്ലയോ എന്നുള്ളത് പരീക്ഷിക്കാനുള്ള ഒരളവുകോലാണ്. കാരണം പൗലോസ് താഴോട്ട് പറയുന്നത്, ഞങ്ങൾ ഒന്നിനും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. നോക്കുക, ഞങ്ങൾ ഒന്നിലും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കുന്നില്ല. എന്നിട്ട് ഇടർച്ചയുണ്ടാകാൻ സാധ്യതയുള്ള പല കാര്യങ്ങളെക്കുറിച്ച് താൻ പറയുന്നു. ഇന്ന കാര്യങ്ങളിൽ. പിന്നെ താഴോട്ട് വരുമ്പോൾ ദുഷ്കീർത്തികളും സൽകീർത്തികളും ചതിയന്മാരെന്നിട്ടും സത്യവാൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. എന്നാൽ നമ്മളവിടെ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, താൻ ഇടയ്ക്ക് പറയുന്നത് ഇൻ ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ഇൻ ദ പവർ ഓഫ് ഗോഡ്. എന്നിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മാത്രം ഒരു ജീവിതത്തിൽ സംജാതമാകുന്ന ദയയെക്കുറിച്ചും ദീർഘക്ഷമയെക്കുറിച്ചും നിർവ്യാജ അവസ്ഥയെക്കുറിച്ചും അങ്ങനെയുള്ള ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് പൗലോസ് വിശദീകരിക്കുക. അപ്പോൾ ദൈവകൃപ എന്നിൽ വ്യർത്ഥമായോ ഇല്ലയോ എന്ന് എനിക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? Whether I let the Spirit of God to produce the fruit of the Spirit or not. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫലം പുറപ്പെടുവിക്കുവാൻ ഞാൻ എന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അനുവദിക്കുന്നുവോ എന്നതുകൊണ്ട് എനിക്ക് എന്നെ അളക്കുവാൻ കഴിയും. ദൈവകൃപ എനിക്ക് വ്യർത്ഥമായോ അതോ ദൈവകൃപ എനിക്ക് അനുഗ്രഹമായോ? അതൊന്നാമത്തെ കാര്യം. ഇതിനെക്കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ, എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ ഞാൻ ഇതിനു മുൻപ് പ്രസംഗിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അധികം ഞാൻ വിശദീകരിക്കാൻ അവിടെ നിൽക്കുന്നില്ല. ഞാൻ മുൻപോട്ട് വരികയാണ്. രണ്ടാമത്തെ ഒരളവുകോലെന്ന് പറയുന്നത് നമ്മൾ വായിച്ചതാകുന്നത് 6-ാം അധ്യായം 14 മുതൽ 7-ന്റെ 1 വരെയുള്ള ഒറ്റ ഒരു വേദഭാഗം. അത്
2 അധ്യായങ്ങളിൽ കിടക്കുന്നെങ്കിലും ഒരു വേദഭാഗമാണ് അത്. 6:14 മുതൽ 7:1 വരെ. 7:1 നമ്മൾ കണ്ടു, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. അപ്പോൾ ഈ കാര്യങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാൻ ദൈവകൃപയെ വ്യർത്ഥമാക്കുന്നോ അതോ ഞാൻ ദൈവകൃപ എനിക്ക് പ്രയോജനപ്പെടുത്തുന്നുവോ എന്ന് എന്നെ തന്നെ എനിക്ക് അളക്കുവാൻ കഴിയുന്നു. ഒന്ന്, ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ആത്മാവിൻ്റെ ഫലം എനിക്ക് പുറപ്പെടുവിപ്പാൻ കഴിയുന്നുണ്ട്. ഞാൻ എങ്ങനെയാണ് ജീവിത സാഹചര്യങ്ങളോട് റിയാക്ട് ചെയ്യുന്നത്, അത് വെച്ച് എനിക്ക് എന്നെ തന്നെ അളക്കാൻ കഴിയും. നമുക്ക് ഓരോരുത്തർക്കും നമ്മെ തന്നെ അളക്കാൻ കഴിയും. 2, our eagerness to be sanctified and consecrated to God is another evidence. നാം നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുന്നതിനാൽ നമുക്ക് നമ്മെ അളക്കുവാൻ കഴിയും. നാം ദൈവകൃപ നഷ്ടമാക്കുന്നോ വ്യർത്ഥമാക്കുന്നോ അതോ ദൈവകൃപ നാം പ്രയോജനപ്പെടുത്തുന്നുവോ എന്ന്. ഈ കാര്യം ഞാൻ അല്പം ശാന്തമായിട്ട് ചുരുങ്ങിയ നിമിഷങ്ങൾക്കുള്ളിൽ വിശദീകരിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. അവിടെ 2 കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ട്. ഒന്ന്, പ്യൂരിറ്റി ആൻഡ് ബീയിങ് സെപ്പറേറ്റഡ് ടു ഗോഡ്. നമ്മെ തന്നെ വെടിപ്പാക്കുന്നതും വിശുദ്ധിയെ തികയ്ക്കുന്നതും. ഈ ശുദ്ധീകരണവും വിശുദ്ധീകരണവും എന്ന 2 പദങ്ങൾ മലയാളം വേദപുസ്തകത്തിൽ ഒന്നിനു പകരം മറ്റൊന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, സംശയമില്ല. എങ്കിലും ഈ 2 കാര്യവും 2 കാര്യങ്ങളാണ്. ശുദ്ധീകരണവും വിശുദ്ധീകരണവും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്നാ ഞാൻ പറയാം. Purifying ourselves and consecrating ourselves. ഇംഗ്ലീഷിൽ അത് വ്യക്തമാണ്. ഞാൻ എന്നെ തന്നെ വെടിപ്പാക്കുന്നു, പിന്നെ ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുന്നു. ഈ 2 കാര്യങ്ങളെക്കുറിച്ച് അല്പമൊന്ന് വിശദീകരിച്ച് നമ്മുടെ ചിന്തയെ അവസാനിപ്പിക്കാം. വിശുദ്ധീകരണമെന്നുള്ളത് ശുദ്ധീകരണം ആരംഭ പടിയായിട്ട് നടന്നിട്ട് സംഭവിക്കുന്ന കാര്യമാണ് വിശുദ്ധീകരണം. ഞാൻ വ്യക്തമാക്കാം. ശുദ്ധീകരണം എന്നുള്ളത് ദൈവം നമ്മെ ചെയ്യുന്ന കാര്യമാണ്, സംശയമില്ല. ദൈവത്തിൻ്റെ കൃപയില്ലാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗവും ശക്തീകരണവുമില്ലാതെ ശുദ്ധീകരണം നടക്കുകയില്ല, യാതൊരു സംശയമില്ല. പക്ഷെങ്കിൽ ശുദ്ധീകരണത്തിൻ്റെ ഒരു സവിശേഷത ദൈവം തൻ്റെ കൃപയാൽ അവിടുത്തെ ആത്മാവിൻ്റെ ശക്തിയാൽ നമ്മിൽ ചെയ്യുന്നതാണെങ്കിലും നാം അനുവദിക്കാതെയും നമുക്ക് വളരെ വ്യക്തമാകുന്ന പങ്കില്ലാതെയും ശുദ്ധീകരണം നടക്കുകയില്ല. പിന്നെ വിശുദ്ധീകരണമെന്നുള്ളത് നമ്മെ തന്നെ ദൈവത്തിന് കൊടുക്കുന്നത്. ഈ 2 കാര്യവും ഞാൻ വ്യക്തമാക്കാം. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്കൊന്നും പിടികിട്ടിയില്ലെന്നറിയാം. 1-2 വേദഭാഗങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഈ ശുദ്ധീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളിവിടെ